ഹായ്, കുറച്ചധികം ദിവസങ്ങളായി ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ട് ഇന്ന് രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് ഒരു ഹെഡ്ലൈൻ കണ്ടു. അത് ഫസ്റ്റ് പേജിൽ തന്നെയാണ്, ബോഡി ഷേമിങ് റാഗിങ്ങിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷകരമായുള്ളൊരു വാർത്ത തന്നെയാണിത്. ചെറുപ്പകാലത്ത് ഒരു പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത തെറ്റുകളിലൊരു തെറ്റാണ് ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നത്. അന്ന് അത്ര വലിയ ധാരണകളൊന്നും ഇല്ലായിരുന്നു. ഈവൻ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ക്ലാസ് റൂമുകളിലും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് തരത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളുണ്ടാവും. ചിലപ്പം കളർ കൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോൾ തടി കൊണ്ട് വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ പലതരത്തിൽ ശാരീരിക പ്രകൃതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും സന്തോഷിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ ഞാൻ കളിയാക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നമ്മൾ കുറച്ചുകൂടി അധികം കളിയാക്കും. മറ്റുള്ള കുട്ടികളെ പോലെയല്ല, നമ്മുടെ അടുത്ത് നമ്മുടെ കൂട്ടുകാർ ഇതുപോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ നമ്മൾ കുറച്ചുകൂടി കളിയാക്കും. പക്ഷേ ആ സമയത്തൊക്കെ അവർ ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരിക്കും നമ്മോട് ചെയ്യാം, അല്ലേ? നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ കളിയാക്കുന്ന സമയത്ത് അവർ ചിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഈ കളിയാക്കുന്നൊക്കെ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവർക്ക് സന്തോഷമാണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് തിരിച്ചറിയാൻ കുറേ കാലം കഴിഞ്ഞു. അവരൊന്നും അങ്ങനെ ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതത്ര സുഖമുള്ള കാര്യമല്ല. ബോഡി ഷേമിങ് എപ്പോഴും കുട്ടികൾക്കുള്ളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. സോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും ബോഡി ഷേമിങ്ങിലേക്ക് പോകാതെ. നമ്മുടെ ശാരീരിക പ്രകൃതിയെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതൊന്നും ഒരിക്കലും നമ്മുടെ തെറ്റുകൾ കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യമൊന്നുമില്ല. അത് പ്രകൃതമാണ്, അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ അടുത്തുള്ള കൂട്ടുകാർ പോലും എത്രത്തോളം അവർ ചിരിക്കുന്നുണ്ട്, നമ്മളെ കളിയാക്കുന്ന സമയത്ത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അത് ആ രീതിയിലല്ല പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് ബോഡി ഷേമിങ് പോലത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ ഖേദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ നിയമത്തെ പേടിച്ചുകൊണ്ട് മാത്രമല്ല ഇത് ചെയ്യാതിരിക്കേണ്ടത്. നമ്മളത് മനസ്സിലാക്കുക, അതിലെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക. ഇത് ഇപ്പോഴും പല പ്രായത്തിലുള്ള ആളുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. സോ നന്നായിട്ട് പഠിക്കുക, മികച്ച വിദ്യാർത്ഥികളാവുക, നല്ല വ്യക്തിത്വമാവുക. ഓൾ ദി ബെസ്റ്റ്.